പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥികൾ പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ് ഫാത്തിമ ഹിസാന. 21 വയസ്സുള്ള ഹിസാന മത്സരിക്കുന്നത് കിളിമാനൂർ ഡിവിഷനിൽ നിന്നാണ്. ഹിസാന മീഡിയ വണ്ണിനൊപ്പം ചേരുകയാണ്. ഹിസാനയിലേക്ക്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ CPM മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ഫാത്തിമ ഹിസാന. ഫാത്തിമ 21 വയസ്സാണ്. ഇങ്ങനെയുണ്ട്, എക്സൈറ്റ്മെന്റിലാണ്? അല്ല, എക്സൈറ്റ്മെന്റ് ഉണ്ട്. എക്സൈറ്റ്മെന്റിനപ്പുറം നമുക്ക് പ്രവർത്തനമാണ് വലുതല്ലേ. നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കുക. അപ്പൊ നമുക്കൊരു വിജയ പ്രതീക്ഷയാണ് അവിടെ. എപ്പോഴും മുതൽ SFI പ്രവർത്തനമൊക്കെ ആരംഭിച്ചത്? ഞാൻ എൻ്റെ 8ാം ക്ലാസ് മുതൽ SFIക്കാരിയാണ്. അത് കഴിഞ്ഞ് +1 +2 സ്കൂൾ ചെയർപേഴ്സൺ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ SFIയുടെ ഏരിയ പ്രസിഡന്റ് ആയി. ഇനി എങ്ങനെയാണ് ജില്ലാ പഞ്ചായത്തിൽ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുക എന്നൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ടോ? യുവതലമുറയ്ക്ക് എന്താണ് ആവശ്യമെന്ന് അവർക്ക് ഞാൻ ചോദിച്ചറിയും. എന്നിട്ട് അവരുടെ ആവശ്യാനുസരണം എന്താണോ അവിടെ നടപ്പിലാക്കാൻ വേണ്ടത്. എന്തായാലും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഹിസാന മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി V ജോയി നമുക്കൊപ്പം ചേരുകയാണ്. ഇങ്ങനെ വളരെ ചുറുചുറുക്കുള്ള സ്ഥാനാർത്ഥികളാണ്. പ്രായമായിട്ടുള്ളവരാണെങ്കിലും ചുറുചുറുക്കുണ്ട്, യുവാക്കളാണെങ്കിലും അതിനപ്പുറം ചുറുചുറുക്കുള്ളവരാണ്. എല്ലാ വിഭാഗം ആളുകളെയും പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടുള്ളത്. നന്നേ ചെറുപ്പമുള്ള ഫാത്തിമയെ പോലുള്ള ആളുകളുണ്ട്, വളരെ പ്രായമുള്ള ആളുകളുണ്ട്, അനുഭവ സമ്പത്തുള്ള ആളുകളുണ്ട്. എല്ലാവരും കൂടി ചേർന്നതാണ് നമ്മുടെ പാനലെന്ന് പറയുന്നത്. അത് ജനങ്ങൾ കൃത്യമായിട്ട് അത് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു മികച്ച വിജയം ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. തിരുവനന്തപുരം സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിനൊപ്പം എപ്പോഴും ഉറച്ചു നിന്ന ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിലാണെങ്കിലും എല്ലാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അങ്ങനെ ഉണ്ടാകാറുണ്ട്. ഇത്തവണയും അത് തന്നെയായിരിക്കും. ഭരണവിരുദ്ധ വികാരമൊന്നും ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒട്ടും തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകില്ല. 21ാമത്തെ വയസ്സിലും ഹിസാനയ്ക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടും നാടിനെ പറ്റിയുള്ള വികസനത്തിന്റെ കാഴ്ചപ്പാടും ഒക്കെ ഉണ്ട് എന്ന് വ്യക്തമാക്കുമായിരുന്നു ആ വിജയനോടുള്ള പ്രതികരണമൊക്കെ. ഏതായാലും നമുക്ക്